So, good morning, dear students. Welcome to another lecture of Engineering Thermodynamics. അപ്പോൾ നമ്മളൊരു ചെറിയൊരു കാലയളവിന് ശേഷമാണ് നമ്മുടെ വീഡിയോ ഇന്ന് കണ്ടിന്യൂ ചെയ്യുന്നത് ഡ്യൂ ടു ദി ലോക്ക്ഡൗൺ ഇഷ്യൂ. അതുപോലെ യൂണിവേഴ്സിറ്റിയുടെ ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു, വി ക്യാൻ കണ്ടിന്യൂ ദ ഓൺലൈൻ ക്ലാസ്സസ് ആഫ്റ്റർ 19th, ദാറ്റ്സ് ഓൺ 20th onwards. സോ ഹോപ്പ് യു ഓൾ ഹാവ് ഗോട്ട് റിഫ്രഷ്ഡ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് വർക്ക് ആയിരുന്നു. അതായത് വർക്കിനെ പല മോഡ്സ് ആക്കിയിട്ട് നമുക്ക് വർക്ക് കിട്ടും, അല്ലെങ്കിൽ വർക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതിൻ്റെ എക്സാമ്പിളായിട്ട് നമ്മൾ പഠിച്ചതായിരുന്നു ഇലക്ട്രിക്കൽ വർക്ക്, ഷാഫ്റ്റിൻ്റെ വർക്ക്, അതേപോലെ സ്പ്രിങ്ങിൻ്റെ വർക്ക്, ദെൻ കംസ് പാഡിൽ വീൽ വർക്ക് ഓർ സ്റ്റിറർ വർക്ക്. അപ്പം അതിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മൾ ഈ വീഡിയോ സെഷനിൽ ഉദ്ദേശിക്കുന്നത്. അതായത് പല ഫോംസ് ഓഫ് വർക്ക് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ചിലപ്പോൾ ഒരു പ്രോബ്ലം യൂണിവേഴ്സിറ്റി എക്സാമിൽ ചോദിച്ചാൽ നമ്മളത് ചെയ്യാൻ ബാധ്യസ്ഥരാണ്, നമ്മളതിന് ഏബിൾ ആയിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് കോമൺലി അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ പൊതുവേ യൂസ് ചെയ്യാറുള്ള ചില വർക്ക്സിൻ്റെ ടേംസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 4 കഴിഞ്ഞു, ഇനി നമ്മൾ വേറൊരു 4 കൂടെ പഠിക്കുന്നുണ്ട്. സോ അതിൻ്റെ അടുത്ത ടേമാണ് അല്ലെങ്കിൽ മറ്റൊരു വർക്ക് ടൈപ്പാണ് വിച്ച് ഈസ് കോൾഡ് ഫ്ലോ വർക്ക്. ഓക്കെ, സോ ഫ്ലോ വർക്ക് എന്ന് പറയുന്നത് എന്താ? ആക്ച്വലി ഫ്ലോ വർക്ക് എന്ന് പറയുമ്പോൾ ഫ്ലോ ചെയ്യുമ്പോൾ കിട്ടുന്ന വർക്ക്, ആ ടേമിനെ പോലെ തന്നെയാണ്. ഫ്ലോ ചെയ്യുമ്പോൾ കിട്ടുന്ന വർക്ക് എന്ന് തന്നെയാണ് ഫ്ലോ വർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇത് ജനറലി ഫ്ലോ വർക്ക് എപ്പോഴും പൊതുവേ ഉണ്ടാവാറുള്ളത് ഫോർ ഓപ്പൺ സിസ്റ്റംസ്. ഓപ്പൺ സിസ്റ്റത്തിനാണ് ഉണ്ടാവുക, ക്ലോസ്ഡ് സിസ്റ്റത്തിന് ഉണ്ടാവില്ല. എന്തുകൊണ്ട് ഓപ്പൺ സിസ്റ്റം എന്ന് പറയുന്നത്? ഓപ്പൺ സിസ്റ്റത്തിലാണ് മാസ് ഇൻഫ്ലോ ഉണ്ടാവുക, മറ്റേ ക്ലോസ്ഡ് സിസ്റ്റത്തിൽ അത് ഉണ്ടാവില്ല. ഇപ്പോൾ ഫ്ലോ വർക്കിന് ഒരു എക്സാമ്പിൾ ആണ്. ഇപ്പോൾ ഇതൊരു പൈപ്പാണ്. ഓക്കെ, let it be any sort of pipes. അപ്പോൾ ഈ പൈപ്പ് കൂടെ ഒരു ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ ഇതിൽ ഫ്ലോ വർക്ക് ഉണ്ട് എന്നാണ് പറയാം. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതിന്റെ അനാലിസിസ് എടുക്കുമ്പോൾ സാധാരണ ഞാനൊരു സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് ഒരു പർട്ടിക്കുലർ ഒരു ബോഡി എൻ്റെ കൺട്രോൾ വോളിയം ആക്കിയിട്ട് ഞാൻ എടുക്കും. ഇവിടെ ഞാൻ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സെക്ഷൻ കൺട്രോൾ വോളിയം ആക്കി ഞാൻ എടുത്താൽ ഇതിന്റെ പ്രത്യേകത എന്താ? കൺട്രോൾ വോളിയം ആക്കിയിട്ട് ഞാൻ അതെടുത്ത, അതായത് കൺട്രോൾ വോളിയം എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഒരു സെക്ഷനിലാണ് ഞാൻ എൻ്റെ ടെസ്റ്റുകൾ മാത്രം നടത്തുന്നത്. ഈ പൈപ്പ് കൂടെ എപ്പോഴും ഫ്ലോ ചെയ്യും. ആ ഫ്ലോ ചെയ്യാന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ് ആണ്. ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ ബി ഐദർ ലിക്വിഡ് ഓർ ഇറ്റ് ക്യാൻ ബി ഗ്യാസ് ഓൾസോ. അപ്പൊ ഫ്ലൂയിഡ് ഇതിൽ കൂടെ ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ ഒരു പൈപ്പ് ലൈൻ കൂടെ ലിക്വിഡായിട്ടും പോയേക്കാം അല്ലെങ്കിൽ ഗ്യാസ് ആയിട്ടും പോയേക്കാം. ഞാനൊരു പർട്ടിക്കുലർ ഏരിയ മാത്രം കൺസ്ട്രെയിൻഡ് ആക്കിയിട്ട് അവിടെയാണ് ഞാൻ അനാലിസിസ് എടുക്കുമ്പോൾ അതിന്റെ പ്രത്യേകത എന്താ? ഇവിടെ എപ്പോഴും ഒരേ ഐറ്റം ലിക്വിഡോ അല്ലെങ്കിൽ ഫ്ലൂയിഡ് ആവില്ല. ഫ്ലൂയിഡ് ഇന്നുണ്ട്, ഫ്ലൂയിഡ് ഔട്ട് ഉണ്ട്. അപ്പൊ കണ്ടിന്യൂസ്ലി വിത്ത് റെസ്പെക്ട് ടു ടൈം കണ്ടിന്യൂസ് ആയിട്ട് എന്തുണ്ടാവും? ഇവിടെ മാസ് ഇൻഫ്ലോ ആൻഡ് മാസ് ഔട്ട്ഫ്ലോ എപ്പോഴും നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും. സോ അതാണ് ഈ ഫ്ലോയുടെ അല്ലെങ്കിൽ ഫ്ലോ വർക്കിലെ പ്രത്യേകത നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അൺലൈക്ക് ഇൻ അതർ സിസ്റ്റംസ്, മറ്റുള്ളിടത്തൊക്കെ നമ്മൾ കൺട്രോൾ മാസ് ആയിരുന്നു. ഇപ്പോൾ ഒരു ബൗണ്ടറി സിസ്റ്റം അവിടെയാണ് പ്രോസസ്സൊക്കെ നടക്കുന്നതെങ്കിൽ നമ്മൾ ഈ പ്രോസസ്സ് മൊത്തം ഒരു സിസ്റ്റമായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. പക്ഷെ ഫ്ലോ വർക്കിൽ എങ്ങനെ പറ്റില്ല? അങ്ങനെ പറ്റില്ല. അവിടെ ഒരു കണ്ടിന്യൂസ് ആയിട്ടൊരു ഫ്ലോ നടക്കുന്നുണ്ട്. അപ്പൊ അവിടെ നടക്കുന്ന അനാലിസിസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുക. സോ ഇവിടെ നമുക്ക് വർക്ക് എങ്ങനെയാ കിട്ടുക? വർക്ക് എങ്ങനെയാ കിട്ടുക എന്ന് വെച്ചാൽ ഇപ്പൊ ഇവിടുന്ന് ഇതാണ് ഇപ്പൊ ഞാനൊരു പർട്ടിക്കുലർ ഏരിയ ഞാൻ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ, അനാലിസിസിന് വേണ്ടിയിട്ട് ഞാനൊരു പർട്ടിക്കുലർ ഏരിയ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഏരിയന്റെ അല്ലെങ്കിൽ ആ ഒരു അനാലിസിസിന്റെ മുന്നേ വരുന്ന പാർട്ട്, അതിന്റെ ബിഫോർ വരുന്ന പാർട്ടിനെ നമ്മൾ അപ്സ്ട്രീം എന്നാണ് പറയാം. ഈ ടേംസ് ഒക്കെ നമ്മൾ ചില സെക്ഷൻസ് എത്തുമ്പോൾ നമ്മൾ പഠിക്കും അപ്സ്ട്രീം. അതിനുശേഷം വരുന്ന അടുത്ത പാർട്ടിന് നമ്മൾ പറയുന്ന പേരാണ് ഡൗൺ സ്ട്രീം. അതായത് അപ്സ്ട്രീം അല്ലെങ്കിൽ ഡൗൺ സ്ട്രീം, അതായത് നമ്മൾ ഏത് സെക്ഷനിലാണോ അനാലിസിസ് ചെയ്യുന്നത് അതിന്റെ മുന്നേ വരുന്ന ഭാഗത്തിനെയാണ് നമ്മൾ അപ്സ്ട്രീം എന്ന് പറയാം. അതിനുശേഷം വരുന്ന ഭാഗത്തിനെയാണ് നമ്മൾ ഡൗൺ സ്ട്രീം എന്ന് പറയാം. ഇപ്പൊ ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കാനാണ്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇതിൻ്റെ ഒക്കെ നമ്മൾ സ്റ്റഡി ഫ്ലോ ഇക്വേഷൻസും സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻസും നോൺ ഫ്ലോയും ഫ്ലോ പ്രോസസ്സിൻ്റെ ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. സോ ഇങ്ങനൊരു പ്രോസസ്സ് നടക്കുമ്പോൾ വെറുതെ, അതായത് ഗ്രാവിറ്റിയുടെ ഭാഗമായിട്ടില്ല, അപ്പൊ ഇത് ഹൊറിസോണ്ടൽ ആയിട്ടാണ് ഫ്ലോ നടക്കുന്നതെങ്കിൽ ഇവിടുന്ന് എവിടെയെങ്കിലും ഇതിന്റെ അപ്സ്ട്രീമിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ഫോഴ്സ് കിട്ടിയാൽ മാത്രമേ ഈ ഫ്ലൂയിഡ്
ഇതിൽ കൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോവുള്ളൂ അല്ലെ. ആ കൊടുക്കുന്ന ഫോഴ്സിന് പറയുന്ന പേരാണ് എന്ത്? ഫ്ലോ വർക്ക് എന്ന് പറയുന്നത്. ക്ലിയർ? ആ കൊടുക്കുന്ന ആ ഒരു ഫ്ലോനെ ഗൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു ഫ്ലോക്കുള്ള ഫോഴ്സ്, ഒരു മൂവ്മെന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഫോഴ്സ് എന്താണോ, അപ്സ്ട്രീമിൽ ഉണ്ടാവുന്ന ആ ഫോഴ്സിനെയാണ് വി കോൾ ഇറ്റ് ആസ് ഫ്ലോ വർക്ക്. ഞാൻ കുറച്ചുകൂടെ ഒരു ടെക്നിക്കലി ആയിട്ടുള്ള ഒരു ഡയഗ്രാം വരച്ചുതരാം, സോ ദാറ്റ് ഇറ്റ് വിൽ ബി ഈസി ഫോർ യു. സോ ദ ഡയഗ്രാം ഈസ് ദിസ് വൺ. സോ ഇവിടെ ഞാനൊരു ഇമാജിനറി കേസാണ്, അതായത് ഒരു പിസ്റ്റൺ ഉണ്ട്. ആ പിസ്റ്റണിന്റെ അവിടെ നമ്മുടെ ഒരു ഫ്ലൂയിഡ് ഉണ്ട്, വാട്ട് എവർ ഇറ്റ് ഈസ് ദ ഫ്ലൂയിഡ്. ആ ഫ്ലൂയിഡിന്റെ എൻട്രി പോർഷൻ ഇവിടെയാണ്, എക്സിറ്റ് പോർഷൻ ഇതാണ്. ഈ ഒരു സ്ഥലത്ത് നടക്കുന്ന ടെസ്റ്റ് അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന റിയാക്ഷൻസിനെയാണ് ഞാൻ എൻ്റെ ഇൻവെസ്റ്റിഗേഷന് യൂസ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് മൈ കൺട്രോൾ വോളിയം. ഇവിടെയാണ് ഞാൻ ടെസ്റ്റ് നടത്തുന്നത്. അപ്പൊ ഈ കൺട്രോൾ വോളിയത്തിലേക്ക് ഇൻപുട്ട് ഇവിടെ നിന്നാണ്, അത് ഔട്ടിലേക്ക് പോകുന്നത് ഈ ഭാഗത്തും കൂടിയാണ്. സോ ഇതൊരു ഫ്ലോ പ്രോസസ്സിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ദർ ഈസ് ഫ്ലോ ഇൻ ആൻഡ് ഫ്ലോ ഔട്ട് ആൻഡ് കണ്ടിന്യൂസ് വിത്ത് റെസ്പെക്ട് ടു ടൈം. എന്ത് സംഭവിക്കുന്നു? ഫ്ലോക്കുള്ള മെറ്റീരിയൽസ് മാറിക്കൊണ്ടേയിരിക്കുന്നു, ഫ്ലോ പാർട്ടിക്കിൾസ് മാറിക്കൊണ്ടേ ഇരിക്കുക അല്ലേ? ക്ലിയർ ആണല്ലോ. നൗ സി, ഇവിടെ കുറച്ച് അസംപ്ഷൻസ് ആണ്. ഫ്ലോ വർക്കിന്റെ ഇക്വേഷൻസ് നമ്മൾ ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡയഗ്രാം കാണിച്ചിട്ടുള്ളത്. സോ സി, ഞാൻ ജസ്റ്റ് റാൻഡം ആയിട്ടാണ് വരച്ചത്. നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വരക്കുമ്പോൾ സ്കെയിലൊക്കെ എടുത്ത് നല്ല വൃത്തിക്ക് ക്ലിയർ ആക്കിയിട്ട് നിങ്ങൾ വരക്കുക. അപ്പൊ ഈ ഡയഗ്രത്തിനൊക്കെ മാർക്ക് ഉണ്ടാവും. ഇത് എക്സാമിന് വരും എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഏതൊരു ഡയഗ്രാം ആണെങ്കിലും നിങ്ങൾ ആ ഒരു സെൻസിൽ വേണം ചെയ്യാൻ. സോ ഇപ്പൊ ഇവിടെ എനിക്ക് ബേസിക്കലി എല്ലാ കാര്യങ്ങളും ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു പിസ്റ്റൺ, ഇപ്പൊ നമ്മുടെ ഗ്യാസ്, അപ്പൊ നമ്മൾ എന്ത് ഫ്ലൂയിഡ് ആണോ, ഗ്യാസ് എന്നല്ല ലിക്വിഡ് അയക്കാം, അതിന്റെ വോളിയം ആണ് V, അതിന്റെ പ്രഷർ P ആൻഡ് ഇറ്റ്സ് മാസ് ഈസ് M. ഓക്കെ. സോ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെയുള്ള ലിക്വിഡിനെ അല്ലെങ്കിൽ ഇവിടെയുള്ള ഫ്ലൂയിഡിനെ നമ്മൾ കൺട്രോൾ വോളിയത്തിലേക്ക് നീക്കാൻ എന്ത് വേണം? നമ്മൾ ഈ പിസ്റ്റണിന് ഇവിടുന്ന് ഒരു ഫോഴ്സ് കൊടുക്കണം അല്ലേ? അപ്പൊ ഫോഴ്സ് ആണ് ഈ കാണിച്ചിട്ടുള്ള F. സോ വി ഹാവ് ദ ഇക്വേഷൻ F is equal to, ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇക്വേഷൻ? വി ഹാവ് പ്രഷർ ഇൻറ്റു ഏരിയ. പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ്. വി ഹാവ് പ്രഷർ ഇൻറ്റു ഏരിയ. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പ്രഷർ ഇൻറ്റു ഏരിയ ആണ്. അപ്പൊ കൊടുക്കുന്ന ഫോഴ്സ് പിസ്റ്റണിലാണ്. എന്തിന്റെ പ്രഷർ? ഗ്യാസിന്റെ പ്രഷർ. അപ്പൊ ഇവിടുത്തെ ഏരിയ ഏതാ? ഏരിയ എ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഏരിയ ഓഫ് ദി പിസ്റ്റൺ. ഈ പിസ്റ്റണിന്റെ ഏരിയ ആണ് PA എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ ദെൻ വാട്ട് ഈസ് വർക്ക് ഡൺ? അപ്പൊ അങ്ങനെ ഫോഴ്സ് കൊടുക്കുമ്പോൾ കിട്ടുന്ന വർക്ക് ഡൺ എന്താ? വർക്കിനെ നമുക്ക് ഫ്ലോ വർക്ക് ആയതുകൊണ്ട് FL എന്നിടാം. വർക്ക് ഓഫ് ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം, വർക്ക് ഈസ് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് അല്ലേ? നോർമൽ ഇക്വേഷൻ വർക്ക് ഈസ് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താ? അതായത് ഇത് നീങ്ങണമെന്നുണ്ടെങ്കിൽ ഈ പിസ്റ്റണിന് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരെ പുഷ് ചെയ്താലേ ആ ഫുൾ വോളിയം കണ്ടന്റ് അല്ലെങ്കിൽ ആ ഫുൾ ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് കൺട്രോൾ വോളിയത്തിലേക്ക് എത്തും. അപ്പൊ എത്ര ഡിസ്റ്റൻസ് അത് നീങ്ങണം? L ഡിസ്റ്റൻസ്. ഈ ഡിസ്റ്റൻസ് L ആണെങ്കിൽ ഐ വിൽ ബി റൈറ്റിംഗ് F ഇൻറ്റു L. F into L is the equation for flow work. അപ്പൊ F ന്റെ ഇക്വേഷൻ എന്താ? We have F is equal to PA. Then I can write down P into pressure into area of the piston into length of the travel of the piston. ആണല്ലോ. അതില് ഏരിയ ഇൻറ്റു ലെങ്ത്, അതായത് ഈ ഒരു പിസ്റ്റന്റെ ടോട്ടൽ ഇവിടുത്തെ ക്രോസ് സെക്ഷണൽ സർഫസ് ഏരിയ ഇൻറ്റു ലെങ്ത് എന്ന് പറഞ്ഞാൽ, ഏരിയ ഇൻറ്റു ലെങ്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? ഇറ്റ് ഈസ് വോളിയം. സോ വർക്ക് ഫ്ലോ എന്ന് പറഞ്ഞാൽ P ഇൻറ്റു V, ദാറ്റ് ഈസ് ദി വോളിയം ആൻഡ് ഇറ്റ്സ് യൂണിറ്റ് ഈസ് കിലോ ജൂൾസ്. ക്ലിയർ ആയോ? വർക്ക് ഫ്ലോ എന്ന് പറഞ്ഞാൽ now you have got the equation. It is work of flow means it is pressure into volume, PV. നമ്മൾ നേരത്തെ വർക്കിന്റെ ഇക്വേഷൻ കണ്ടതായിരുന്നു, അതിന്റെ അതേപോലെ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പ്രഷർ ഇൻറ്റു വോളിയം ഈസ് ഫ്ലോ വർക്ക് എന്ന് പറയാം. പക്ഷെ നമ്മൾ എപ്പോഴും ഇക്വേഷൻ എഴുതുമ്പോൾ ഇത് എത്ര കിലോ മാസിനാണ്? 5 കിലോ. അപ്പൊ മാസിന് ഇവിടെ ഒരു ഫാക്ടർ നമ്മൾ പരിഗണിച്ചിട്ടേ ഇല്ല.
അല്ലേ? അപ്പൊ ഒരു യൂണിറ്റ് മാസിനാണെന്ന് നമ്മൾ കരുതണം. ഇക്വേഷൻസ് എപ്പോൾ ഡിറൈവ് ചെയ്യുമ്പോഴും നമ്മൾ യൂണിറ്റ് മാസിനാണെന്ന് കരുതണം. ദെൻ ഹോപ്പ് യു ഹാവ് നോട്ടഡ് ഡൗൺ ദിസ് ഇക്വേഷൻ. സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്ത് മാറ്റാ വരിക? ഇക്വേഷൻ സെയിം തന്നെ ആയിരിക്കും. വർക്ക് ഫ്ലോ എന്ന് പറഞ്ഞാൽ ഫോർ യൂണിറ്റ് മാസ് ആട്ടോ പറയുന്നത്. ഇറ്റ് വിൽ ബി പ്രഷർ ഇൻ ടു വോളിയം ഇറ്റ്സെൽഫ്. പക്ഷെ യൂണിറ്റ് എന്തായിരിക്കും? കിലോ ജൂൾ പെർ കിലോഗ്രാം എന്നായിരിക്കും അതിന്റെ യൂണിറ്റ്. അതുകൊണ്ട് നിങ്ങൾക്ക് വർക്ക് ഫ്ലോയുടെ ഇക്വേഷനിൽ പെർ യൂണിറ്റ് മാസ് ആയിട്ട് വേണം നമ്മൾ എപ്പോഴും എന്ത് ചെയ്യാൻ കൺസിഡർ ചെയ്യാൻ. ഓക്കെ, ഇറ്റ്സ് യൂണിറ്റ് ഈസ് കിലോ ജൂൾ പെർ കിലോഗ്രാം പി പ്രഷർ ഇൻ ടു വോളിയം. സോ ദിസ് ഈസ് ദ റിലേഷൻ ഫോർ ഫ്ലോ വർക്ക്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന വർക്ക് ഡണ്ണും ഫ്ലോ വർക്ക് അതാണ്. ഇവിടെ നിന്ന് ഉണ്ടാകുന്ന വർക്ക് ഡൺ അതേ വർക്ക് തന്നെ ആയിരിക്കും ഇവിടെയും ഉണ്ടാവുക എന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ? സി ഈ ഡെറിവേഷൻസ് ഒന്നും നിങ്ങൾ പഠിച്ചു വെക്കണ്ട. പക്ഷെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഇനി അഥവാ എന്തെങ്കിലും എക്സ്ട്രീം കേസിൽ ഇതിനൊന്നും പ്രോബ്ലം വരാറില്ല, പക്ഷെ വന്നു കഴിഞ്ഞാൽ we should be able to do those problems. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിങ്ങനെ ഡിസ്കസ് ചെയ്യുന്നത്. സോ നൗ വി ഹാവ് ഡൺ ഫ്ലോ വർക്ക്. ഇനി ബാക്കിയുള്ളതൊക്കെ കുറച്ചുകൂടെ ഒന്ന് സ്പീഡാക്കിയിട്ട് ഞാൻ നീക്കാം. സോ ദീസ് ആർ നോട്ട് ദാറ്റ് ഇമ്പോർട്ടൻറ്റ്, ബട്ട് സ്റ്റിൽ നമ്മളത് പറയുന്നുള്ളൂ. നെക്സ്റ്റ് വർക്ക് ഡൺ ഈസ് വർക്ക് ഡൺ അല്ലെങ്കിൽ വർക്ക് പ്രൊഡ്യൂസ്ഡ് ഓൺ ഇലാസ്റ്റിക് സോളിഡ് ബാർസ്. ഓൺ ഇലാസ്റ്റിക് സോളിഡ് ബാർസ്. ഇലാസ്റ്റിക് സോളിഡ് ബാർസ്. അപ്പോൾ ഒരു ബാർ ഉണ്ടെങ്കിൽ, ഒരു സേ ഐ ഹാവ് ഗോട്ട് എ certain section of a bar. ഓക്കെ, ഒരു ബാർ ഉണ്ടെങ്കിൽ ഞാനൊരു ഫോഴ്സ് കൊടുക്കുന്നു. ഐ ആം ഗിവിങ് എ ഫോഴ്സ് എഫ് ആൻഡ് ദെൻ ഇറ്റ്സ് ന്യൂ പൊസിഷൻ അറ്റൈൻഡ്. അതിന്റെ പുതിയ പൊസിഷൻ അറ്റൈൻ ചെയ്തത് കുറച്ച് നീളത്തിലാണ്. ആൻഡ് ലെറ്റ് ദിസ് ഡിസ്റ്റൻസ് വിച്ച് ഇറ്റ് ട്രാവൽഡ് ഈസ് എക്സ്. ഇങ്ങനെ ഒരു സോളിഡ് ബാർ ഉണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു ഇലാസ്റ്റിക് സോളിഡ് ബാർ ഉണ്ടെങ്കിൽ അവിടുത്തെ വർക്ക് ഡൺ ഇക്വേഷൻ എന്താണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇതിന് കൂടുതൽ പറയണ്ട, നിങ്ങൾ ഇലാസ്റ്റിക് ഡീഫോർമേഷനും ഇതിന്റെ ഷിയർ ഫോഴ്സ്, ഷിയർ ഡയഗ്രാം, ബെൻഡിങ് ഫോഴ്സ് ഡയഗ്രാം എന്നൊക്കെ നിങ്ങൾ കഴിഞ്ഞ സെമസ്റ്ററിൽ മോസ് പറഞ്ഞ സബ്ജക്റ്റിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് ഈ ഇലാസ്റ്റിക് സോളിഡ് ബോഡിയും കാര്യങ്ങളൊക്കെ ഒന്നും ഞാൻ കൂടുതൽ പറയണ്ട. അപ്പൊ ഇവിടെ നമ്മൾ വർക്ക് ഡൺ ഡയറക്റ്റ് കാണാൻ പോവാണ്. വേറെ കൂടുതൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ലെറ്റ് ദ ഫോഴ്സ്, ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ലെറ്റ് ഇറ്റ് ബി എഫ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ് ഇവിടുത്തെ ഇങ്ങനത്തെ കേസിലുള്ള വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താന്ന് നമുക്ക് നോക്കാം. സോ വർക്ക് ഡൺ ഫോർ ഇലാസ്റ്റിക്. ഇപ്പോൾ ഇലാസ്റ്റിക് എന്ന് വേണമെങ്കിൽ ഇലാസ്റ്റിക് എന്ന് ഇങ്ങനെ എഴുതാം മനസ്സിലാക്കാൻ വേണ്ടിട്ട്. വർക്ക് ഡൺ ഓൺ ഇലാസ്റ്റിക് ഇറ്റ് ഈസ് ഫ്രം 1 to 2, അതായത് ഇനീഷ്യൽ പൊസിഷൻ ടു ഫൈനൽ പൊസിഷൻ. ഇവിടെ ഇനീഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ആയിരുന്നു, അതിനൊരു ഫോഴ്സ് കൊടുത്ത് നീട്ടിയപ്പോൾ ദിസ് ഈസ് ഇറ്റ്സ് സെക്കൻഡ് പൊസിഷൻ. അപ്പൊ ഇനീഷ്യൽ പൊസിഷൻ ടു ഫൈനൽ പൊസിഷൻ ഇറ്റ് ഈസ് സിഗ്മ എൻ ഡി വി. ദിസ് ഈസ് ദ ഇക്വേഷൻ. ഓക്കെ, വർക്ക് ഡൺ, വർക്ക് ഫോർ ഇലാസ്റ്റിക്. അപ്പോൾ എന്താണ് ഈ സിഗ്മ എൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. വാട്ട് ഈസ് സിഗ്മ എൻ? സിഗ്മ എൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, നിങ്ങൾക്ക് അറിയണം എന്താണ് സിഗ്മ എൻ. സിഗ്മ എൻ ഈസ് നത്തിങ് ബട്ട് നോർമൽ സ്ട്രെസ്. സിഗ്മ എൻ എന്ന് പറയുന്നത് നോർമൽ സ്ട്രെസ് ആണ്. ആൻഡ് ഇറ്റ്സ് ഇക്വേഷൻ ഈസ് എഫ് ബൈ എ ഈസ് സിഗ്മ എൻ. നോർമൽ സ്ട്രെസ് ഉണ്ട്, ടാൻജൻഷ്യൽ. ഇവിടെ സ്ട്രെസ് ഇവിടെ നമ്മൾ വലിച്ചു കഴിയുന്നത് നോർമലി ആണ് അല്ലേ. സോ നോർമലി ഇത് പ്രഷറിന്റെ ഇക്വേഷനാണ്, പി സിക്കൽ എഫ് ബൈ എ. പക്ഷെ നമ്മൾ ഇങ്ങനത്തെ സോളിഡ് ബാർസിന്റെ കേസിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ പൊതുവേ യൂസ് ചെയ്യാറുള്ളത് പ്രഷർ എന്നുള്ള ടേം അല്ല, മറിച്ച് നമ്മൾ എന്താ ടേം യൂസ് ചെയ്യുക? സ്ട്രെസ് എന്നുള്ള ടേമാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ വർക്ക് ഡൺ ഓഫ് ഇലാസ്റ്റിക്. ഇതിനെ നമുക്ക് എങ്ങനെയാണ് റീഅറേഞ്ച് ചെയ്ത് എഴുതാം? റീഅറേഞ്ചിങ് അല്ല, വേറൊരു രീതിയിൽ നമുക്ക് എഴുതാവുന്നത് സിഗ്മ 1 to 2 ആൻഡ് നോർമൽ സ്ട്രെസ് ആണ് സിഗ്മ എൻ ഇൻറ്റു ചേഞ്ച് ഇൻ വോളിയം എന്നാണ്. ഇതിൽ വോളിയത്തിലുള്ള ചേഞ്ച് എങ്ങനെയാ വരിക? ടോട്ടൽ വോളിയം ചേഞ്ച് ചെയ്യോ? ഇവിടെ ഉള്ള ഏരിയ ആണ് എ, ഇതിന്റെ ഏരിയ എ ആണെന്ന് കരുതിക്കോ. ഞാനിത് വലിച്ചു നീട്ടുന്നതുകൊണ്ട് ഇതിന്റെ ഏരിയക്ക് വല്ല മാറ്റം ഉണ്ടോ? ഏരിയ കോൺസ്റ്റന്റ് ആയിരിക്കും, പക്ഷെ എന്താ മാറുന്നത്? എക്സിന്റെ വാല്യൂ ആണ് മാറുന്നത്. അപ്പോൾ സിഗ്മ എൻ ഡി വി ചേഞ്ച് ഇൻ വോളിയം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഏരിയ ഇൻറ്റു ദ ചേഞ്ച് ഇൻ പൊസിഷൻ ഡി എക്സ്. Okay, this is the work done for elastic solid bars. This is the work done for elastic solid bars. ഈ ഇക്വേഷൻ
എന്ത് ചെയ്യുക, ഇതും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, ഓർത്ത് വെക്കുക. കാരണം ഇതും ചിലപ്പോൾ എന്തെങ്കിലും പ്രോബ്ലം ചോദിച്ചാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയേക്കണം. സോ ദാറ്റ് ഈസ് എ കേസ് ഫോർ ഇലാസ്റ്റിക് സോളിഡ് ബാർസ്. ഇനി ഇനി രണ്ടെണ്ണം കൂടെ നമ്മൾ പഠിച്ചിട്ട് ദെൻ വി വിൽ ഗോ ടു 1 or 2 പ്രോബ്ലംസ്. ഈ ഒരു വർക്ക് ഡണിന്റെ പ്രോബ്ലംസ് എങ്ങനെയാ ചോദിക്കുക എന്നുള്ള 1 or 2 പ്രോബ്ലംസ് ഞാൻ തരാം. ബാക്കിയുള്ളത് നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്ക് ഞാൻ ഇതിൽ തരുന്ന നേരത്ത് യു ക്യാൻ സീ ഓൺ ടു. സോ അടുത്ത ഒരു വർക്ക് ഡൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വർക്ക് ഡൺ ബൈ സ്ട്രെച്ചിങ് എ ലിക്വിഡ് ഫിലിം. സ്ട്രെച്ചിങ് എ ലിക്വിഡ് ഫിലിം. ലിക്വിഡ് ഫിലിം എന്ന് പറഞ്ഞാല് ലിക്വിഡിന്റെ ഒരു ചെറിയ സെക്ഷൻ, ഒരു ലിക്വിഡിന്റെ ഒരു ചെറിയ പാർട്ട്. ഇപ്പൊ ഞാൻ വെള്ളമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫ്ലൂയിഡ് എടുത്താൽ അതിന്റെ ഒരു ചെറിയ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ആ വെള്ളത്തിന്റെ ആ ചെറിയ ഒരു സെക്ഷനെ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് പിന്നെ പൊസിഷൻ ഇങ്ങോട്ടേക്ക് മാറി വരും. അങ്ങനെ സ്ട്രെച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന വർക്ക് ഡണിന്റെ ഇക്വേഷൻ എന്താണെന്നാണ് ഞാൻ ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. ജസ്റ്റ് നമുക്ക് ഇക്വേഷൻ പറയാം. ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് ഫോർ സ്ട്രെച്ചിങ് എ ലിക്വിഡ് ഫിലിം, അത് സർഫസിലാണ് ഉണ്ടാവുക, വർക്ക് ഡൺ ഉണ്ടാവുക. ദ ഇക്വേഷൻ ഈസ് സിമിലർ ടു ദി അതർ 1 to 2. നോർമൽ അല്ല ഉണ്ടാവുക, ഇവിടെ സർഫസിലുള്ള സ്ട്രെസ് ആണ് ഉണ്ടാവുക. സിഗ്മ എസ് ഇൻറ്റു ദ ഏരിയ DA. സിഗ്മ എസ് ഇൻറ്റു ദ ഏരിയ DA. ആൻഡ് ഇതിൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഈ DA ഏരിയ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 2 times ദ സേ ബ്രെഡ്ത്ത് ഇൻറ്റു ഡിസ്റ്റൻസ്. അപ്പൊ ഞാൻ ഇവിടെ ഒരു ഫിഗർ വരച്ചാണ് സോ ദാറ്റ് ഇറ്റ് വിൽ ബി ഈസി ഫോർ യു. ഞാനൊരു ലിക്വിഡ് ഫിലിം ഇവിടെ കാണിക്കുകയാണ്, ഒരു ലിക്വിഡിന്റെ ഫിലിം. ഓക്കെ, ഇതിന്റെ വിഡ്ത്ത് സേ ലെറ്റ് ഇറ്റ് ബി B. അതിന്റെ വിഡ്ത്ത് B ആണെന്ന് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ഇതിന്റെ ടോട്ടൽ ഡിസ്റ്റൻസ്, ഇവിടെ ഒരു ലിക്വിഡ് ഫിലിം ഇവിടെ എൻഡ് ചെയ്യുന്നു. അപ്പൊ ഞാനൊരു ഫോഴ്സ് കൊടുത്തിട്ട് അതിന്റെ ലിക്വിഡ് ഫിലിമിന്റെ എൻഡിങ് കുറച്ചും കൂടെ ഇങ്ങോട്ടേക്ക് നീട്ടുകയാണ്. സോ ഇത് ടോട്ടൽ ഡിസ്റ്റൻസ് x ആണെങ്കിൽ ഈ ഒരു ചെറിയ ചേഞ്ചിനെ യു കോൾ ഇറ്റ് ആസ് dx. ക്ലിയർ ആണല്ലോ. ആൻഡ് എ ഫോഴ്സ് ഈസ് അപ്ലൈഡ് ഓവർ ഹിയർ സോ ദാറ്റ് ഇതിന്റെ എൻഡിങ് പൊസിഷന് ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതാണ് ഒരു ലിക്വിഡ് ഫിലിമിന്റെ കേസിൽ. അങ്ങനെയാണ് വർക്ക് ഡൺ ഈസ് സിഗ്മ എസ് ഇൻറ്റു DA. വേർ ഈ സിഗ്മ എസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി സർഫസ് ടെൻഷൻ. ഓക്കെ, സർഫസ് ടെൻഷൻ. സിഗ്മ എസ് ഇസ് ദി സർഫസ് ടെൻഷൻ. അല്ലെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് സർഫസ് ടെൻഷൻ വർക്ക് എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. സർഫസ് ടെൻഷൻ വർക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് ദാറ്റ് ഇക്വേഷൻ ഇസ് ഗിവൺ ആസ് സിഗ്മ എസ് ഇൻറ്റു DA. അപ്പൊ ഇവിടെ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ ഈ DAയുടെ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. DA എന്ന് പറഞ്ഞാൽ ഏരിയ എന്നാണല്ലോ നമ്മൾ പറയാറുള്ളത്. ഇപ്പൊ ഈ സർഫസിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ, സേ ഫോർ എക്സാമ്പിൾ ഇതിന്റെ ടോട്ടൽ ഇത് X എന്ന് പറഞ്ഞത് ഇതിന്റെ ടോട്ടൽ ലെങ്ത് ആട്ടോ. ഇതിന്റെ ടോട്ടൽ ലെങ്ത് X ആണെന്ന് ധരിക്കുക. ഈ ലിക്വിഡ് ഫിലിമിന്റെ ഏരിയ എന്താ, സർഫസ് ഏരിയ എന്താ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പൊ എന്താ BX എന്നാണ് നമ്മൾ പൊതുവെ പറയാറുള്ളത്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇതിന്റെ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ വെറും BX ആണോ? അല്ല. എന്താണ്? 2 times BX ആണ്. എന്തുകൊണ്ടാ? ഇവിടെ ഒരു സർഫസ് ഉണ്ട്. ഇപ്പൊ ഈ ബോർഡിൽ നമ്മൾ കാണുന്ന ഈ ഒരു സർഫസ് ഉണ്ട്. ഇതേ ലിക്വിഡ് ഫിലിമിന്റെ അതിന്റെ അപ്പുറത്തൊരു സർഫസ് ഇല്ലേ, ഇതിന്റെ നേരെ ബാക്കിലൊരു സർഫസ് ഇല്ലേ. ലിക്വിഡ് ഫിലിം ആയതുകൊണ്ട് ഇതൊരു സോളിഡ് ബോഡി അല്ലല്ലോ. നമ്മൾ ബോർഡിൽ വരക്കുമ്പോൾ നമുക്ക് അങ്ങനെ കാണിക്കാൻ പറ്റും. പക്ഷെ ഇവിടെ ഒരു സർഫസ് ഉണ്ട്, അതേപോലെ ഇതിന്റെ ബാക്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സർഫസ് ഉണ്ട്, അതും BX ആണ്. സോ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 2BX ആണ്. സോ 2B ഇൻറ്റു X എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ ചേഞ്ച് ഇൻ ഏരിയ ആണ് നോക്കുന്നത്, DA അല്ലെ, ചേഞ്ച് ഇൻ ഏരിയ ആണ് നോക്കുന്നത്. അപ്പൊ ചേഞ്ച് എത്രയാണ് എക്സിലുള്ള DX. സോ 2B ടൈംസ് DX എന്നതാണ് DAയുടെ ഇക്വേഷൻ വരിക. ഈ ഒരു കാര്യം മാത്രമേ ഇതിൽ ശ്രദ്ധിക്കേണ്ടുള്ളൂ. ഇപ്പൊ പല കോമ്പറ്റേറ്റീവ് എക്സാംസിന് പോകുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പലരും മിസ് ചെയ്യും. ഈ രണ്ടിന്റെ കാര്യമൊക്കെ പലരും മിസ് ചെയ്യും. ഓക്കെ, ഇപ്പൊ നിങ്ങളൊരു പ്രോബ്ലം കിട്ടി, നിങ്ങൾക്ക് ആൻസർ കിട്ടി കഴിഞ്ഞാൽ സേ നിങ്ങളുടെ ഓപ്ഷൻസിലെ ഓപ്ഷൻ A ദ ആൻസർ ഈസ് 4, ഓപ്ഷൻ B ദ ആൻസർ ഈസ് 2, ഓപ്ഷൻ C ദി ആൻസർ ഈസ് സേ 8
ഇങ്ങനെയൊക്കെ തരും. ചിലപ്പോൾ നമ്മൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്ന 4 ആയിരിക്കും, പക്ഷെ അവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാനുണ്ടാവും, 1 സൈഡ് ആയിരിക്കും ചോദിച്ചത്. അല്ലെങ്കിൽ ടോട്ടൽ വർക്ക് ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ എനിക്ക് 4 കിട്ടി, പക്ഷെ 2 സൈഡും കൂടെ ഉണ്ടാകുമ്പോൾ ഇൻറ്റു 2 ചെയ്യുമ്പോൾ 8 ആണ് കിട്ടുക. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കോമ്പറ്റീറ്റീവ് എക്സാമിന്, ഭയങ്കര ടൈറ്റ് കോമ്പറ്റീറ്റീവ് എക്സാമിനൊക്കെ അത്രയും കെയർഫുൾ ആയിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ നമ്മളും ഇത് ശ്രദ്ധിക്കുക, ഈ ഇക്വേഷൻസ് ഓർത്ത് വെക്കുക. അപ്പോൾ ഒരു സർഫസ് ടെൻഷൻ കൊണ്ടുള്ള വർക്കാകുമ്പോൾ, ഒരു ലിക്വിഡ് ഫിലിമിനെ സ്ട്രെച്ച് ചെയ്യുമ്പോൾ അവിടെ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെ മുൻഭാഗത്ത് കാണുന്ന ഈ സർഫസ് ഏരിയ ഉണ്ട്, അതേപോലെ ഇതിന്റെ തന്നെ നേരെ ബാക്കിലും അതിനൊരു സർഫസ് ഏരിയ ഉണ്ട്. സോ ദിസ് ഈസ് ദി വർക്ക് ഡൺ ഓൺ സ്ട്രെച്ചിങ് എ ലിക്വിഡ് ഫിലിം. ആൻഡ് ഒരു ടൈപ്പ് ഓഫ് വർക്ക് ഡണും കൂടെ പരിചയപ്പെടുത്തിയിട്ട് നമ്മൾ ഈ ഒരു സെക്ഷൻ ഇവിടെ നിർത്തുകയാണ്. ഓക്കെ, സോ ഇതിലൊന്നും നമ്മൾ ഡെറിവേഷൻ ഇനി കൂടുതൽ ചെയ്യുന്നില്ല. ജസ്റ്റ് വി വിൽ ഗോ ഫോർ ദി ഡയറക്റ്റ് ആൻസർ അല്ലെങ്കിൽ ഇക്വേഷൻ. സോ നെക്സ്റ്റ് വൺ ഈസ് വർക്ക് ഡൺ ഓൺ എ മാഗ്നറ്റിക് മെറ്റീരിയൽ. വർക്ക് ഡൺ സേ പെർ യൂണിറ്റ് വോളിയം, ഒരു യൂണിറ്റ് വോളിയത്തിൽ വർക്ക് ഡൺ പെർ യൂണിറ്റ് വോളിയം ഓൺ എ മാഗ്നറ്റിക് മെറ്റീരിയൽ, ഓൺ എ magnetic material, magnetic material, work done per unit volume on a magnetic material. So the work done equation is given as W is equal to from 1 to 2. That 1 to 2 process the equation is from 1 to 2, equation from 1 to 2, H into D of I, H into D of I, where H is the field strength. മാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്, അപ്പൊ മാഗ്നറ്റിക് ഒരു ഫീൽഡ് ഉണ്ടാവും, ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് ആണ് H എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് I എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ കമ്പോണന്റ് ഓഫ് ദി മാഗ്നറ്റൈസേഷൻ ഫീൽഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ ഫീൽഡ്. അതായത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഒരു കമ്പോണന്റ് ആണ് ഈ DI എന്ന് പറയുന്നത്. അത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ ഏതാണോ അതിലുള്ള കമ്പോണന്റിനെയാണ് I എന്ന് പറയുന്നത്. സോ ജസ്റ്റ് നോട്ട് ഡൗൺ ദിസ് ഇക്വേഷൻ. പ്രോബ്ലംസ് എക്സ്പെക്ട് ചെയ്യണ്ട, പക്ഷെ നമ്മളിത് ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. ഒരു പക്ഷേ നമ്മുടെ essay പാർട്ടിൽ ചിലപ്പോൾ വാട്ട് ആർ ദ ഡിഫറെന്റ് മോഡ്സ് ഓഫ് വർക്ക് എക്സ്പ്ലെയിൻ എന്നൊക്കെ പറഞ്ഞ essay പാർട്ടിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും 8 വർക്ക് ഡൺസ് ഇതും കൂടെ ഉൾപ്പെടുത്തി നമ്മൾ 8 ടൈപ്സ് ഓഫ് വർക്ക്സ് വി ഹാവ് ഡിസ്കസ്ഡ്. 8 ടൈപ്പ് ഓഫ് വർക്ക് ഡൺ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അത് മതിയാവും നിങ്ങളുടെ essay പാർട്ടിൽ നിങ്ങൾക്ക് എഴുതി ഉണ്ടാക്കാവുന്ന കാര്യങ്ങൾ. സോ ഇന്ന് നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻസ് ഏതൊക്കെയാന്ന് വെച്ചാൽ, ഒന്ന് വർക്ക് ഡൺ ഓൺ എ മാഗ്നറ്റിക് മെറ്റീരിയൽ. സോ ദ ഇക്വേഷൻ ഈസ് ഗിവൺ ആസ് W from 1 to 2 that is equal to integral from 1 to 2 H into DI. H is the strength of the magnetic field and I is the component of the magnetization in the direction of the field. പിന്നെ നമ്മൾ അടുത്ത് പഠിച്ചിട്ടുള്ളത് സർഫസിൽ ഉണ്ടാവുന്ന വർക്ക് ഡൺ ആണ്, അല്ലെങ്കിൽ സർഫസ് ടെൻഷൻ ഉണ്ടാക്കുന്ന വർക്ക് ഡൺ ബൈ സ്ട്രെച്ചിങ് എ ലിക്വിഡ് ഫിലിം. ആൻഡ് ദ ഇക്വേഷൻ ഈസ് ഇന്റഗ്രൽ ഓഫ് ഫ്രം 1 to 2 സിഗ്മ S into DA. ആ സിഗ്മ എസ് പറഞ്ഞാൽ സർഫസ് ടെൻഷൻ ആണ്. ആൻഡ് ദിസ് ക്യാൻ ഓൾസോ ബി റിട്ടൺ ആസ് ഫ്രം 1 to 2 സിഗ്മ S into 2 times B width into dx, that change. അവിടെ ആ 2യുടെ കേസ് ശ്രദ്ധിക്കണം, കാരണം സർഫസ് ആയതുകൊണ്ട് 2 സൈഡിലും സർഫസ് അപ്പുറവും ഇപ്പുറവും എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് അടുത്ത് നമ്മൾ ഇന്ന് പഠിച്ചത് ഇലാസ്റ്റിക് ബാറിന്റെ വർക്ക് ഡൺ ആയിരുന്നു. ഇലാസ്റ്റിക് ബാറിന്റെ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ വിച്ച് വി ഹാവ് ഡിസ്കസ്ഡ് വാസ് from 1 to 2 initial to final position sigma n, where it is the normal stress into area into dx, or this is dv. And the last one which we have discussed, last one alla, which is the first one which we had discussed today was, that is called the flow work. Okay, so flow work ennu parayunnathu what we have got was W flow is pressure into volume. This was for per unit mass. So the unit എപ്പോഴും ശ്രദ്ധിക്കുക, it is kilojoule per kilogram. ഈ 4 ഇക്വേഷൻസ് ആണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇതിനോടൊപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച 4 ഇക്വേഷൻസ് കൂടെ ആകുമ്പോൾ 8 ഡിഫറെന്റ് മോഡ്സ് ഓഫ് വർക്ക് ഡൺ ആണ് നമ്മൾ ഇതുവരെ
കംപ്ലീറ്റ് ചെയ്ത് പഠിച്ചിട്ടുള്ളത്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേസ് ദിസ് വീഡിയോ. ഇനി നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട 1-2 പ്രോബ്ലം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഡിസ്കസ് ചെയ്യും. ബാക്കിയുള്ള പ്രോബ്ലംസ് അല്ലെങ്കിൽ അതിൻ്റെ സ്കോപ്പുകൾ നിങ്ങൾ കൂടുതൽ നോക്കുക. നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്കുമായി ബന്ധപ്പെട്ടുണ്ടാവും, വേറെയും ടെക്സ്റ്റ് ബുക്കുകളൊക്കെ പ്രോബ്ലംസ് ചെയ്ത് നോക്കുക. സോ നിങ്ങൾക്കൊന്ന് ഫെമിലിയർ ആവാൻ വേണ്ടി നമ്മളൊരു 2 പ്രോബ്ലം കൂടെ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ട് നമ്മൾ ഈ ടോപ്പിക്ക് നിർത്തുന്നതായിരിക്കും. So here's the first question. Determine the power transmitted through the shaft of a car when the torque applied is 300 Newton meter and the shaft rotates at a rate of 3500 revolutions per minute. സോ ഫസ്റ്റത്തെ പ്രോബ്ലം നമ്മൾ വായിച്ചു. ഇനി പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് തന്ന വാല്യൂസ് എല്ലാം നമ്മൾ നോട്ട് ചെയ്തിട്ട് ഇതിൽ എഴുതി വെക്കുക എന്നുള്ളതാണ്. അതിന് നമുക്ക് കഴിയുന്നില്ല എങ്കിൽ അത് നമുക്ക് എഴുതി വെക്കാൻ എഴുതി വെച്ചതിന് ശേഷം അതൊരു ക്ലാരിറ്റി കിട്ടിയില്ല എങ്കിൽ പിന്നെ ചെയ്യാവുന്നത് നമുക്ക് അതിൻ്റെ ഒരു ഡയഗ്രം വരയ്ക്കാൻ പറ്റും എന്നുള്ളതാണ്. സോ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് കൂടുതൽ ഡയഗ്രത്തിൻ്റെ കേസോ ആവശ്യങ്ങളൊന്നും വരുന്നില്ല. ഇറ്റ്സ് എ വെരി സിമ്പിൾ പ്രോബ്ലം. സോ തന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുക? സോ നമുക്ക് തന്ന കാര്യം എന്താ? ഒന്ന്, ടോർക്ക് തന്നിട്ടുണ്ട് അല്ലെ. ദ ടോർക്ക് വാല്യൂ ഈസ് ഗിവൺ ആസ് 300 ന്യൂട്ടൺ മീറ്റർ. 300 Newton meter and the value of n revolutions, it is given as 3500 എന്താണ്? revolutions per minute ആണ്. revolutions per minute. അങ്ങനെയെങ്കിൽ we have to find the shaft work. കാറിന്റെ ഷാഫ്റ്റ് റൊട്ടേഷനുമായി ബന്ധപ്പെട്ട് അപ്പൊ നമുക്ക് ഷാഫ്റ്റ് വർക്കിന്റെ ഇക്വേഷൻ ആണ് നമുക്ക് വേണ്ടത്. ഷാഫ്റ്റ് വർക്ക് പെർ യൂണിറ്റ് ടൈം, ആ ഡോട്ട് വരണം. എന്തുകൊണ്ട്? പെർ യൂണിറ്റ് ടൈം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. സോ വി ഹാവ് ദ ഇക്വേഷൻ വർക്ക് ഓഫ് ഷാഫ്റ്റ് ഇസ് ഈക്വൽ ടു എന്താണ്? ഓർമ്മയുണ്ടോ? 2πnt/60 × 1000 എന്ന് വേണമെങ്കിൽ ഇടാം. അപ്പൊ ഇതിന്റെ യൂണിറ്റ് എന്തായിരിക്കും? കിലോ ജൂൾ പെർ സെക്കൻഡ്. എന്തുകൊണ്ട് പെർ സെക്കൻഡ് വന്നത്? കാരണം വർക്ക് പെർ യൂണിറ്റ് ടൈമാണ് ഞാൻ എടുത്തത്. കിലോ വരാൻ കാരണം ഞാൻ ഇവിടെ 1000 ഇട്ടു. n RPM-ൽ ആണ്, RPM-ൽ തന്നെയാണ് വേണ്ടത്. സോ ദാറ്റ് ഇറ്റ് ബിക്കംസ് 60. n/60 എന്നുള്ളത് നമ്മൾ RPM-ലാണ് ആക്കിയിട്ടുള്ളത്. നൗ അപ്പൊ ഇതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × π. π ഈസ് 3.14 or we will keep it as such. 2π തന്നെ കീപ്പ് ചെയ്യാം. ഇൻറ്റു എന്നിന്റെ വാല്യൂ എത്രയാ? 3500 ഡിവൈഡഡ് ബൈ 60. ഇതാണല്ലോ ടോട്ടൽ എന്നിന്റെ കേസിൽ. ഇൻറ്റു ടോർക്ക് എത്രയാ വന്നിട്ടുള്ളത്? നമുക്ക് 300 ആണ്. 300 ഡിവൈഡഡ് ബൈ ബാക്കി ഏതാണുള്ളത്? 1000. സോ ഈ ഒരു ഇക്വേഷൻ എല്ലാ വാല്യൂസും നമുക്ക് തന്നിട്ടുണ്ട്. ഡയറക്റ്റ് പ്രോബ്ലം ആണ്. നമ്മൾ കാൽക്കുലേറ്ററിൽ ഓരോ വാല്യൂസും ഇട്ടിട്ട് കറക്റ്റ് ആയിട്ട്, നിങ്ങൾ ഈ കാൽക്കുലേറ്റർ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഇത് ടൈപ്പ് ചെയ്ത് തന്നെ നോക്കണം. കാൽക്കുലേറ്ററിൽ കറക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ആൻഡ് ദ ഫൈനൽ ആൻസർ വിച്ച് യു വിൽ ഗെറ്റ് ഈസ് ദാറ്റ് ഈസ് ഈക്വൽ ടു ജസ്റ്റ് ചെക്ക് ഇറ്റ് ഔട്ട് ആൻഡ് സി. നമുക്ക് ഞാൻ പ്രോബ്ലത്തിൽ കാണുന്ന ആൻസർ ഇറ്റ് ഈസ് 109.96. ഓക്കെ, ദിസ് ഈസ് ദി ആൻസർ. ഇത് സൊല്യൂഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ ഇതാണ്. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് മച്ച് കിലോ ജൂൾ പെർ സെക്കൻഡ്. യൂണിറ്റിന് അതിഭീകരമായ പ്രാധാന്യമാണ് തെർമോഡൈനാമിക്സിലുള്ളത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നമ്മുടെ മെക്കാനിക്കലുമായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലത്തിൽ യൂണിറ്റ്സിന് ഭയങ്കര പ്രാധാന്യമാണ്. സോ ദ വാല്യൂ യു ഹാവ് ഗോട്ട് ഈസ് 109.96 കിലോ ജൂൾ പെർ സെക്കൻഡ്. ജൂൾ പെർ സെക്കൻഡ് തന്നെയാണ് വാട്ട് എന്ന് പറയുന്നത്. സോ ദിസ് യൂണിറ്റ് ക്യാൻ ഓൾസോ ബി റിട്ടൺ as ദിസ് മച്ച് കിലോ വാട്ട്. Okay, so that's the solution for this problem. So here's our second question. A piston cylinder device contains 0.05 meter cube of gas initially at 200 megapascal. A linear spring of spring constant 150 kilonewton per meter is touching the piston but exerting no force. Heat is transferred to gas, causing the piston to rise and compress the spring until volume doubles. If cross-sectional area of piston is 0.25 meter square, determine the work done by the gas against the spring to compress it.
സോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ വായിച്ചു, കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ അങ്ങനെയൊക്കെ തരുമെങ്കിലും നമ്മൾ കിട്ടിയ വാല്യൂസ്, അതിൽ മെൻഷൻ ചെയ്ത വാല്യൂസ് നമ്മൾ ആദ്യമേ എന്ത് ചെയ്യുക, നമ്മുടെ ആൻസർ ഷീറ്റിൽ നോട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ പേജിൽ നോട്ട് ചെയ്യുക. ആൻഡ് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡയഗ്രാംസ് നമുക്ക് അതിൽ റെഫർ ചെയ്യാൻ പറ്റിയാൽ കുറച്ചും കൂടെ നമുക്ക് ക്ലാരിറ്റി ഉണ്ടാവും. സോ ഇവിടെ തന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്ന് നമുക്ക് ആദ്യം എഴുതുക. സോ നമുക്ക് ആദ്യം തന്നത് ഇനീഷ്യലി അതിന്റെ വോളിയം എത്രയാണ് തന്നു. ഇനീഷ്യൽ വോളിയം ആയതുകൊണ്ട് ഇറ്റ് ഈസ് V1. ദ വോളിയം ഗിവൺ ഈസ് 0.05 മീറ്റർ ക്യൂബ്. ഓക്കെ, ഇത്രയാണ് ഇനീഷ്യൽ വോളിയം തന്നത്. പിന്നെന്താ അവർ തന്നത്? ഫൈനൽ വോളിയം. ഫൈനൽ വോളിയം തരുന്നതിന്റെ മുന്നേ വോളിയത്തിന്റെ ഇനീഷ്യൽ വോളിയം തന്നു. അതോടൊപ്പം ഇതിന്റെ ഇനീഷ്യൽ പ്രഷർ ആയിട്ടുള്ള P1 പ്രഷർ നമുക്ക് തന്നു. ഇറ്റ് ഈസ് 200 മെഗാ പാസ്കൽ ആണല്ലോ. പിന്നെ ഇതിന്റെ പിസ്റ്റൺ സ്പ്രിങ്ങുമായിട്ട് അറ്റാച്ച്ഡ് ആണെന്നും ആ സ്പ്രിങ്ങിന്റെ സ്പ്രിങ് കോൺസ്റ്റന്റ്, യു കൺ സീ അല്ലേ, ആ സ്പ്രിങ്ങിന്റെ സ്പ്രിങ് കോൺസ്റ്റന്റ് K എന്ന് പറയുന്ന വാല്യൂ ആണ് സ്പ്രിങ് കോൺസ്റ്റന്റ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. 150 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. 150 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. പിന്നീട് എന്താ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഇതിന് ഒരു ഹീറ്റ് കൊടുക്കുകയാണ് പുറത്തുനിന്ന്, ഒരു എമൗണ്ട് ഓഫ് ഹീറ്റ് കൊടുക്കുന്നു. ഈ ഹീറ്റ് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ ഹീറ്റ് വെച്ചിട്ട് ഇവിടുത്തെ ഈ ഒരു പിസ്റ്റൺ മൂവ്മെന്റ് മുകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പിസ്റ്റന്റെ മൂവ്മെന്റ് മുകളിലേക്ക് പോകുന്നു. പിസ്റ്റന്റെ മൂവ്മെന്റ് മുകളിലേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുക? സ്പ്രിങ് കംപ്രസ് ചെയ്യും അല്ലെ. പിസ്റ്റൺ മുകൾക്ക് പോകുമ്പോൾ ഈ സ്പ്രിങ് ഓട്ടോമാറ്റിക്കലി കംപ്രസ്ഡ് ആയി കിട്ടണം. അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ പോകുമ്പോൾ ഇവിടേക്ക് കൂടുതൽ ഫോഴ്സ് കൊടുക്കണം. അതായത് അങ്ങനെ നീങ്ങി കഴിഞ്ഞിട്ട് എത്ര വരെ ഞാൻ ഹീറ്റ് കൊടുക്കുന്നു? അവർ പറയുന്നത് വെച്ചാൽ ഞാൻ ഹീറ്റ് കൊടുക്കുന്നത് അൺടിൽ ഇറ്റ്സ് വോളിയം ബിക്കംസ് 2 times the initial volume. Until its final volume becomes 2 times the initial volume. അങ്ങനെയാണ് കേസെങ്കിൽ അവർ ചോദിക്കുന്നത് വാട്ട് ഈസ് ദ വർക്ക് ഡൺ? വാട്ട് ഈസ് ദ വർക്ക് ഡൺ ബൈ ദ ഗ്യാസ്? ഇവിടെ ഒരു ഗ്യാസ് ഉണ്ടാവും. ഈ ഗ്യാസിനെയാണ് ഞാൻ ഹീറ്റ് ചെയ്യുമ്പോൾ അത് ഇതിന്റെ റെസിസ്റ്റൻസിനെ മറികടന്നിട്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്, പുഷ് ചെയ്ത് പോകുന്നത്. അങ്ങനെയെങ്കിൽ ചോദ്യം വാട്ട് ഈസ് ദ വർക്ക് ഡൺ ബൈ ദിസ് ഗ്യാസ് എഗെയിൻസ്റ്റ് ദ സ്പ്രിങ് ടു കംപ്രസ് ഇറ്റ്. അപ്പൊ ഇവിടെ സ്പ്രിങ് കംപ്രസ് ചെയ്യുന്ന ആ വർക്ക് ഡൺ തന്നെയാണ് എന്ത് നമുക്ക് ആവശ്യം. അപ്പൊ ഇവിടെ വർക്ക് ഡൺ ഓഫ് സ്പ്രിങ് ആണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഓൾറെഡി ഇതിന്റെ ഇക്വേഷൻ അറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹാഫ് ഓഫ് ഇന്റഗ്രൽ ഓഫ് 1 to 2 kx dx എന്നതാണ് നമ്മൾ ഇക്വേഷൻ പഠിച്ചത്. ഓർ ഇറ്റ് ക്യാൻ ഓൾസോ ബി റിട്ടൺ ആസ് ഹാഫ് ഓഫ് k എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. ഇറ്റ് ഈസ് x2 സ്ക്വയർ മൈനസ് x1 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇവിടെ നമ്മൾ ഓൾറെഡി എടുത്തു. സോ ഹാഫ് ഓഫ് k ഇൻറ്റു x2 സ്ക്വയർ മൈനസ് x1 സ്ക്വയർ. ഇതാണ് ഈ ക്വസ്റ്റ്യൻ, ഇവിടെ നമുക്ക് ഉപയോഗിക്കേണ്ട ഇക്വേഷൻ. ആൻഡ് ഇതോടൊപ്പം തന്ന മറ്റൊരു കാര്യം എന്താ? സെക്ഷണൽ ഏരിയ ഓഫ് പിസ്റ്റന്റെ ഏരിയ തന്നിട്ടുണ്ട്. എത്രയാണ് തന്നിട്ടുള്ളത് നമുക്ക്? ഇറ്റ് ഈസ് ഗിവൺ ആസ് 0.25 മീറ്റർ സ്ക്വയർ. ഇങ്ങനെയാണെങ്കിൽ ഇതിന്റെ വർക്ക് ഡൺ കാണാനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഒട്ടുമിക്ക വാല്യൂസും തന്നിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് എന്തേ ചെയ്യാനുള്ളൂ? നമുക്ക് ഇനി ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. സോ ഇവിടെ ഹാഫ് എന്ന് പറയുന്നതിന്റെ വാല്യൂ ഇറ്റ് ഈസ് ഹാഫ് ഇറ്റ് സെൽഫ്. K എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് 150. ഇനി ഇനീഷ്യൽ പൊസിഷൻ x1 എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു ഇനീഷ്യൽ പൊസിഷൻ. എന്നിട്ട് അതിൽ നിന്നൊരു ചേഞ്ച് വരുത്തുന്നുണ്ട്. എത്ര വരെ? ഇത് V1 ആയിരുന്നു, പിന്നീട് അത് ഇങ്ങോട്ട് മാറി ഒരു V2ക്ക് എത്തുമ്പോൾ അല്ലെ. സോ x1 എന്ന് പറയുന്നത് റെസ്റ്റിംഗ് പൊസിഷനിലാണ്. സോ വി ക്യാൻ കൺക്ലൂഡ് x1 ഈസ് ഈക്വൽ ടു 0. അപ്പൊ അങ്ങനെ ഒരു മൂവ്മെന്റ് ഇങ്ങോട്ടേക്ക് എക്സ് ഡയറക്ഷൻ, എക്സ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ആണ്. അപ്പൊ അടുത്ത V2ലേക്ക് എത്തുമ്പോൾ x2 വാല്യൂ എന്താന്നുള്ളത് നമുക്കറിയില്ല അല്ലെ. ആ x2 വാല്യൂം കൂടെ എന്താന്ന് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ആൻസർ ആയി. ബാക്കി എല്ലാ വാല്യൂ അറിയാം. ഹാഫ് കോൺസ്റ്റന്റ് ആണ്, K വാല്യൂ തന്നിട്ടുണ്ട്, x1 0 ആണ്, x2 എനിക്ക് വാല്യൂ അറിയില്ല. അപ്പൊ ആ x2 വാല്യൂ കാണാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ അത് എങ്ങനെ കാണാം? ഞാൻ ഈ തന്ന കാര്യങ്ങൾ മായ്ക്കുകയാണ്. ഹോപ്പ് യു ഹാവ് നോട്ടഡ് ദീസ് തിങ്സ്. സോ ഇതിൽ V1 എന്ന് പറഞ്ഞാൽ 0.05 ആണെന്ന് പറഞ്ഞു. അപ്പൊ V2 എത്ര? 2 times of V1. So 2 times of V1 means you will get 0.52 sir, it is 10. So 0.1 meter cube. Okay. V2 എന്ന് പറഞ്ഞാൽ 0.1 meter cube ആണ്. സോ ഇനി നമ്മൾ ആദ്യം x കാണാനുള്ള എന്താണ് ചെയ്യാന്നാണ് നമ്മൾ നോക്കേണ്ടത്.
ടോട്ടൽ ചേഞ്ച് ഇൻ വോളിയം. ഇപ്പൊ ഇങ്ങനെ ഈ പിസ്റ്റൺ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മാറുമ്പോൾ ദർ ഇസ് സം ചേഞ്ച് ഇൻ വോളിയം ഡെൽറ്റ വി. ആ ചേഞ്ച് ഇൻ വോളിയം എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ദിസ് പിസ്റ്റൺ ഇൻറ്റു എക്സ് ഡിസ്റ്റൻസ്. ഒരു ഡിസ്റ്റൻസ് നീങ്ങുമല്ലോ, അപ്പോൾ ഏരിയ ഇൻറ്റു എക്സ് എന്നാണ് എനിക്ക് എന്ത് ചെയ്യാം, ടോട്ടൽ ചേഞ്ചിനെ കുറിച്ച് എനിക്ക് പറയാമത്. സോ ടോട്ടൽ വോളിയം ചേഞ്ച് ഈസ് ഏരിയ ഇൻറ്റു ദ ഡിസ്റ്റൻസ് ട്രാവൽ. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ട്രാവൽഡ് എത്രയാണെന്നാണ് എനിക്ക് അറിയേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഈക്വൽ ടു സേ വി ഹാവ് വാട്ട് ഡെൽറ്റ വി ബൈ എ. ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വോളിയം, ദാറ്റ് ഈസ് ഈക്വൽ ടു V2 മൈനസ് V1 ഡിവൈഡഡ് ബൈ ഏരിയ. സോ V2 എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടു ഇറ്റ് ഈസ് 0.1, V1 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 0.05 ഡിവൈഡഡ് ബൈ ഏരിയ. ഏരിയ വാസ് 0.25 meter square. Here it was the unit is meter cube. അപ്പോൾ ഡിസ്റ്റൻസ് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ this becomes 0.05 divided by 0.25 എന്ന് പറയുമ്പോൾ that will become 0.2 meter square ആണ്. ഇവിടെ മീറ്റർ ക്യൂബ് ആണ്. സോ റിമൈനിങ് ഇറ്റ് വിൽ ബി മീറ്റേഴ്സ് m. ഇതാണ് എൻ്റെ എക്സ് വാല്യൂ, അഥവാ ദിസ് ഈസ് മൈ x2. നമ്മുടെ ഇക്വേഷനിൽ x2 ആണ് ഈ കാണുന്നത്. x1 എന്താ 0, ഇറ്റ് വാസ് ദ റെഫറൻസ് സൈഡ്, റെസ്റ്റ് പാർട്ട്. ആ റെസ്റ്റ് മുകളിലേക്ക് x2 ടൈംസ് x2 നീങ്ങിയപ്പോഴാണ് ഫൈനൽ പൊസിഷൻ. ഇതാണ് ടോട്ടൽ എന്ത് ചെയ്തത്, നീങ്ങിയ ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് 0.2 മീറ്റർ. സോ നൗ ഐ ഹാവ് ഗോട്ട് വാട്ട് ഈസ് എക്സ്, അല്ലെങ്കിൽ x2 എന്താണെന്ന് എനിക്ക് കിട്ടി. നൗ ഐ ആം ഗോയിങ് ടു ഫൈൻഡ് ദി വർക്ക് ഡൺ. ഓക്കെ, now I am going to find the work done of that by the spring. അതന്നെയാണ് വർക്ക് ഡൺ വരിക. ദാറ്റ് ഈസ് ഇക്വൽ ടു ഹാഫ് ഓഫ് k ഇൻറ്റു x2 സ്ക്വയർ മൈനസ് x1 സ്ക്വയർ. അതിൽ ഹാഫ് ഇൻറ്റു k വാല്യൂ ഈസ് 150 ഇൻറ്റു x2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 0.2 സ്ക്വയർ മൈനസ് 0 സ്ക്വയർ. 0.2, ദിസ് യൂണിറ്റ് ഈസ് ഇൻ മീറ്റേഴ്സ്. ഇതെന്ന് പറഞ്ഞാലോ കിലോ ന്യൂട്ടൺ പെർ മീറ്റർ എന്നാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ മീറ്ററും ഇവിടുത്തെ കിലോ ന്യൂട്ടൺ പെർ മീറ്ററും, ദിസ് ഈസ് കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ആൻഡ് ഹിയർ ദ യൂണിറ്റ് ഈസ് മീറ്റർ. അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വർക്ക് ഡൺ കിട്ടുക ഇറ്റ്സ് ഇൻ കിലോ ന്യൂട്ടൺ ഓർ കിലോ ന്യൂട്ടൺ പെർ സെക്കൻഡ്, ദാറ്റ് ഈസ് കിലോ ജൂൾസ്. കിലോ ജൂൾസിലാണ് എന്ത് ചെയ്യുക എനിക്ക് വാല്യൂസ് കിട്ടുക. സോ ഹൗ ഈസ് ദിസ്, വാട്ട് ഈസ് ദ വാല്യൂ? Half of 150, that is 75, and 0.2 square എന്ന് പറയുന്നത് 2 2s are 4, you have 0.04, and if you are doing this equation, then the answer that you will get is, the value will be 3 itself, like 3 kilojoule എന്നതാണ് എനിക്ക് എന്ത് ചെയ്യാം ആൻസർ ആയിട്ട് കിട്ടുക. ഓക്കെ, so this is the equation for അല്ലെങ്കിൽ this is the solution for this problem. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൽ വർക്ക് ഡൺ ബൈ ദാറ്റ് സ്പ്രിംഗ് ഇറ്റ്സെൽഫ് ഈസ് ദി വർക്ക് ഡൺ ബൈ ദി ഗ്യാസ്. ഈ സ്പ്രിംഗ് കംപ്രസ് ചെയ്യപ്പെടാനുള്ള അതേ വർക്ക് ഡൺ തന്നെ ആയിരിക്കും ഇവിടെയും ഉണ്ടാവുക, അല്ലേ? സോ ദ ആൻസർ, ഫൈനൽ ആൻസർ വിച്ച് വി ഗോട്ട് ഈസ് 3 കിലോജൂൾ. സോ ഇങ്ങനത്തെ കുറച്ച് ബേസിക് പ്രോബ്ലംസ് ആയിരിക്കും പൊതുവെ ഉണ്ടാവുക. യു ഷുഡ് നോ ദ ഇക്വേഷൻ എങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യണം എന്നുള്ളത്. ബാക്കി കുറച്ചുകൂടെ പ്രോബ്ലംസ് നമുക്ക് പിന്നീട് നമുക്ക് ലാസ്റ്റിൽ സമയമുണ്ടെങ്കിൽ വി വിൽ ഡിസ്കസ് ദോസ് പ്രോബ്ലംസ്, ഓർ എൽസ് യു യുവർ സെൽഫ് ട്രൈ ടു ഫൈൻഡ് ഔട്ട് സൊല്യൂഷൻസ് ഫോർ ദ പ്രോബ്ലംസ് from textbooks, and if you have any sort of doubts in any area, you can contact me. So that's all with the different modes of work done from the section of engineering thermodynamics.